അപ്പോൾ 2 ബൈക്ക് സെറ്റാണ്, 2 റൈഡേഴ്സ് സെറ്റാണ്, ഞങ്ങൾ രണ്ടുപേരും സെറ്റാണ്. ഞങ്ങൾ തന്തൂരി പ്രോൺസ് കഴിക്കാൻ പോവാണ് 1000 കിലോമീറ്റർ അകലെ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോബ്രോ. ഞാനാണ് നിങ്ങളുടെ അഖിത. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. സോറി ഫോർ ദ ഇന്ററപ്ഷൻ ഫ്രം മങ്കീസ്. അപ്പൊ ഞങ്ങൾ എന്താണേലും നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കണ്ടതുപോലെ ഞങ്ങൾ ഒരു തന്തൂരി പ്രോൺസ് കഴിക്കാൻ വേണ്ടി പോവാണ് 1000 കിലോമീറ്റർ അകലെ. ഓക്കെ, സംഭവത്തിന്റെ ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതൊരു ദിവസം ഇവളോട് പറഞ്ഞു നമുക്ക് പ്രോൺസ് കറി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഓക്കെ പ്രോൺസ് കറി ഉണ്ടാക്കാം. അന്നേരം ഇവള് പ്രോൺസ് കറി ഉണ്ടാകുന്ന പറ്റി പിന്നെ ഞങ്ങൾ ചർച്ച പുരോഗമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2018 ഞാൻ നിന്നൊരു സ്ഥലമുണ്ട്, രത്നഗിരിയിലാണ്, മഹാരാഷ്ട്രയിലാണ്. അവിടെ നല്ല അടിപൊളി തന്തൂരി പ്രോൺസ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. ഇവളാണ് ഇന്ന പിന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആ ഒരു സ്പിരിറ്റിന് ഞങ്ങൾ പെട്ടെന്ന് അധികം പ്ലാനിങ്സ് ഉണ്ടെന്ന് വെച്ചാൽ ചെറിയ പ്ലാനിങ്സ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പിടിക്കാനാണ് തന്തൂരി പ്രോൺസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. ഓക്കെ, പുറോട്ട് കാണാം. ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കോസ്റ്റൽ റൂട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. നമ്മുടെ ഫുൾ കണ്ണൂർ വഴി അങ്ങോട്ട് മംഗലാപുരം, അങ്ങനെ ഫുൾ കോസ്റ്റൽ റൂട്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് എന്ത് മംഗലാപുരം തൊട്ട് നമുക്ക് അങ്ങ് കോസ്റ്റൽ അടിക്കാം. മംഗലാപുരം, ഗോകർണ, ഗോവ, അങ്ങനെ നമ്മൾ രത്നഗിരി എത്തുന്നു. അപ്പം മംഗലാപുരം വരെ നമ്മൾ മടിക്കേരി റൂട്ടാണ്. അപ്പം ഇപ്പോൾ നമ്മൾ പോകുന്നത് പുൽപ്പള്ളിയിൽ നിന്ന് മടിക്കേരി റൂട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടെ വല്ല ആനേനെയൊക്കെ കാണോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം. പക്ഷെ നമ്മളിങ്ങനെ ആനേനെ കാണും എന്നുള്ള വിശ്വാസത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പുൽപ്പള്ളി വന്നിട്ട് എത്ര പ്രാവശ്യം ബത്തേരി കാടിന്റെ ഉള്ളിൽ കൂടെ പോകണം, ഒരു പ്രാവശ്യം പോലും ഞാനൊരു ആനേനെ കണ്ടിട്ടില്ല. എനിക്കൊരു ആനേനെ കാണണം. ആനനെ കാണുമ്പോ പുതിയ തീർന്നോളൂ അല്ലേ? ഓക്കെ, റൂട്ടിൽ കാണാം. എക്സൈസ് ചെക്ക് പോസ്റ്റ്, ഇതാണ് എക്സൈസ് ചെക്ക് പോസ്റ്റ്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കർണാടകയിലോട്ട് കയറിയല്ലേ? ബോർഡർ ഫെസിലിറ്റേഷൻ സെന്റർ. അതെ, നമ്മൾ കർണാടകയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, വെൽക്കം ടു കർണാടക. ഇനി കേരളം ജസ്റ്റ് വിട്ടു. ഇനി കർണാടകയിൽ എന്തെങ്കിലും ചെക്കിംഗ് ഉണ്ടോ നോക്കാം. ഇതുവരെ ചെക്കിംഗ് ഒന്നുമില്ല. ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ലല്ലോ, ആരുമില്ല. ഒരു കുരങ്ങനുണ്ട്, അത് മതിയോ? അത് പോരാ. യെസ് മാൻ, ചെക്ക് ചെയ്യാൻ വന്നാണോ? കം ഓൺ. ഓക്കെ, കുട്ട 50 കിലോമീറ്ററോ? കുട്ടയ്ക്ക് എത്ര? 50 കിലോമീറ്റർ. ആ കുട്ടയാണല്ലേ, ഞാൻ എന്നെ കുട്ടാന്ന് വിളിച്ചതാ. നീ നിന്നെ കുട്ടാന്ന് വിളിച്ചതല്ല, കുട്ടക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചതാ. ഓ മൈ ഗോഡ്, ഈ വണ്ടിന്റെ സസ്പെൻഷൻ കുറച്ച് ടഫ് ആണ്, കുറച്ച് റഫ് ആണെന്ന് തോന്നുന്നു. ഞാൻ സിബിആർ ഓടിച്ചല്ലോ. സിബിആർ പെന്റെയാണല്ലോ. അതെ സിബിആർ നിന്റെ. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ജസ്റ്റ് കുട്ട കഴിഞ്ഞിരിക്കുന്നു. ഇരിപ്പ് വാട്ടർഫാൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വഴിക്ക് അതിന് മുന്നിൽ കൂടെയാണ് ഞങ്ങൾ വന്നത്. തിരുനെല്ലി ടെമ്പിൾ കഴിഞ്ഞിട്ടാണ് കുട്ട, വയനാട്ടിൽ വരുവാണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മടിക്കേരിക്കാണ്. അപ്പൊ നമ്മളിപ്പോ മടിക്കേരിക്ക് ഇനി നമുക്ക് ഏകദേശം ഒരു 80 കിലോമീറ്റർ ഉണ്ട് മടിക്കേരിക്ക് ഇവിടുന്ന്. അപ്പൊ മടിക്കേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് മടിക്കേരി സുള്ളിയ വഴിയാണ് നമ്മള് മാംഗ്ലൂർ പോകാൻ നമ്മുടെ പ്ലാൻ. പിന്നെ നമുക്ക് ഏകദേശം നമ്മളൊരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും മാംഗ്ലൂർ എത്താനായിട്ടാണ് നമ്മുടെ പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ എത്തുമായിരിക്കും അല്ലേ? ഞങ്ങള് ഭയങ്കര റിലാക്സ് ആയിട്ടാ പോകുന്നത്, ഇടയ്ക്കൊക്കെ നിർത്തി. പിന്നെ സംബന്ധിച്ച് വണ്ടി രണ്ടും നല്ല കണ്ടീഷനിലാണ്. ജിക്സറിന് മാത്രം ചെറുതായിട്ട് ചെയിൻ അടിക്കുന്ന ഒരു സീനോ, ചെയിൻ ടൈറ്റ് ചെയ്തായിരുന്നു, എന്നാലും ചെയിൻ അടിക്കുന്ന ഒരു സീൻ മാത്രമേ ഉള്ളൂ. കർണാടക സ്റ്റേറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തായിരുന്നു. പക്ഷെ അന്നേരം കോവിഡിൻ്റെതായ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിപ്പം ഫ്രീ ആയിട്ട് എൻട്രി, കേരളത്തിലേക്കാണെങ്കിലും എൻട്രി അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം 12 മണി. നമ്മളൊരു 100 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ മടിക്കേരിക്ക് കുറച്ച് മുമ്പ് സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. നമ്മൾ ചെറിയൊരു ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 നമ്മൾ കാലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, 2 നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പരിശോധിക്കുക, 3 വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അപ്പവും പഴം കഴിക്കുക. അപ്പോൾ റോഡിൽ കാണാം. അപ്പോൾ നമ്മളോട് നിർത്തിയേക്കുമായിരുന്നു. അന്നേരം നമ്മൾ നിർത്തിയ നമ്മുടെ വണ്ടി കണ്ടിട്ട് ഹാരിസ് എന്ന് പറഞ്ഞൊരു പുള്ളി നമ്മളെ സ്റ്റോപ്പ് ചെയ്തു. അന്നേരം ഞാൻ വ്ളോഗ് ചെയ്തു, ആക്ച്വലി ഞാൻ പേര് മറന്നുപോയി. പക്ഷേ അന്നേരം ഓഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ ഹരീഷ് ഹായ്, നേരത്തെ സൗണ്ട് ഇല്ലായിരുന്നു ആളിയാ. അപ്പോൾ ശരി, റോഡിൽ കാണാം. വിട്ടെ, എക്സറിൻ്റെ ബ്രേക്കിനൊരു പ്രശ്നം. എന്താ ഇനി പമ്പ് ചെയ്തേ? പമ്പ് ചെയ്തു.
പമ്പി. അപ്പോൾ നമ്മുടെ ജിക്സറിൻ്റെ ബ്രേക്ക് മൊത്തത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഒരു പ്രാവശ്യം ഇതുപോലെ പോയപ്പോൾ നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്നായിരുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് പമ്പ് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. ഫ്രണ്ട് പക്കയാണല്ലോ അല്ലേ? ഫ്രണ്ട് പക്കയാണ്. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ഷോപ്പ്, മെക്കാനിക്കൽ ഷോപ്പ് നോക്കി, സോറി മെക്കാനിക്കൽ അല്ലല്ലോ, വർക്ക്ഷോപ്പ്. അടുത്ത മെക്കാനിക്കിനെ നോക്കി പോകാം. അയ്യാ, വണ്ടി വളഞ്ഞു പോണെന്നോ? മീൻസ് നമ്മള് ബ്രേക്കില്ലാതെയാണല്ലോ പോകുന്നേ. അതെ, നമ്മള് വിചാരിച്ചെടുത്ത് പമ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് കാലുവേന എടുത്ത് തുടങ്ങി. കുറെ നേരമായിട്ട് ഇങ്ങനെ പിടിച്ച് പമ്പ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവില്ല, കുറെ നേരം കണ്ടിന്യൂസ് ചെയ്യുമ്പോ. ഇല്ല, ഒരു തുള്ളി പോലും ബ്രേക്ക് ഇല്ല. അയ്യോ, അതന്നെ എയർ ഒഴുങ്ങിയിരിക്കുന്ന തോന്നല്ലോ. അത് പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ഓക്കെ, നമ്മൾ പെട്രോൾ അടിക്കുകയാണ്. അപ്പം അഖിതനോട് ആ ചേച്ചി പറഞ്ഞു ചാടി ഇറങ്ങാൻ. അഖിതയ്ക്ക് മനസ്സിലായില്ല, ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്രോൾ കിട്ടുള്ളൂ. തരുന്നോ? ഓക്കെ, ഇവിടെ ഇറങ്ങാം. അതിവിടെ വരെ എത്തുമെന്നാണ് അറിയത്തില്ലാത്ത. അണ്ണയ്യ, அந்த വണ്ടിയുടെ ബാക്ക് ബ്രേക്ക് ഇല്ലേ, ബാക്ക് ബ്രേക്ക് പോയി കൊണ്ട്, പക്ഷേ ഇടയ്ക്ക് കംപ്ലീറ്റ് പോവാ. ചങ്ങാഴ്ച എയർ എടുത്ത് വിട്ടു, നമുക്ക് നോക്കാം, ട്രയൽ ചെയ്ത് നോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ഇപ്പം വലിയ സംഭവം ഉണ്ടായി ഇവിടെ. വലിയ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക് എന്താണല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ ചേട്ടന് പൈസ കൊടുത്തു. ചേട്ടന് ഒരു രൂപ പോലും വാങ്ങിയില്ല, എന്താണേലും ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കടകളുടെയൊക്കെ മുതലാളി ലേഡി, ഈ കടകളുടെയൊക്കെ മുതലാളി, ഇത് മൊത്തം ചേട്ടനാന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ അപ്പുറത്തുനിന്ന്, ഈ ഹോട്ടലൊക്കെ പുള്ളീനാന്ന് പറഞ്ഞിട്ട് ബാ അപ്പുറത്തുനിന്ന് വന്നു. എന്നിട്ട് ആ ചേട്ടൻ ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ കുറേ ശ്രമിച്ചു. പക്ഷേ നമ്മളൊരു കേട്ട്സി എന്ന നിലയ്ക്ക് നമ്മൾ കഴിച്ചില്ല. അപ്പോൾ ചേട്ടൻ എന്താണ് 2 ജ്യൂസ് പാക്കറ്റ് ഇതുണ്ടോ, ഈ 2 ജ്യൂസ് പാക്കറ്റ് അവർ തന്നതാണ്. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ജേർണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഡാ. ആക്ച്വലി കൊറോണ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് കഴിച്ചു. ഇത് വലിയ ഇല, വലിയ ഇല ചോറ്. നിങ്ങൾ എന്താണ് കരവള്ളി ഹോട്ടൽ, കരാവലി ഫാമിലി റെസ്റ്റോറൻറ്റ്. അതെ, അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോറ് കിട്ടിയിരിക്കുകയാണ്. നൈസായിട്ട് ചോറിനാൻ പോകും. ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ഓവർടേക്ക് ചെയ്ത് സ്റ്റാർട്ടാക്കട്ടെ. ഓക്കെ, സ്റ്റാർട്ടഡ്. പിള്ളേമാർ നിനക്കാണോ കാഴ്ചക്കാരെന്ന്. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. ഞങ്ങളിനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആലോചിക്കുകയാണ്. ഞങ്ങളിപ്പോൾ മാംഗ്ലൂർ ಎಷ್ಟು കിലോമീറ്റർ? 19. ഓക്കെ. അപ്പോൾ ഒരു 19 കിലോമീറ്റർ ഉള്ളൂ മാംഗ്ലൂർ. സമയം എത്രയായി? സമയം 4:30 അപ്പോൾ ഞങ്ങൾ മാംഗ്ലൂർ മാംഗ്ലൂരിൽ നിന്ന് ഉടുപ്പി പോകണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാംഗ്ലൂർ തന്നെ സ്റ്റോപ്പാക്കാൻ നോക്കാം. മാംഗ്ലൂർ അല്ലെങ്കിൽ മാംഗ്ലൂർ കഴിഞ്ഞിട്ട് ഉടുപ്പി റോഡിനെവിടെയല്ല സ്റ്റോപ്പാക്കാന്നുള്ള ആലോചനയിൽ, പ്ലാനിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് റോട്ടിൽ കാണാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആളുകൾ കാര്യം മാസ്ക് ധരിക്കണില്ല. സോ ഞങ്ങൾക്കൊരു ചെറിയൊരു പേടി ഇല്ലാതില്ല. ഒരു ആൾക്കും മാസ്ക് ഇല്ല. എന്താണോ ഇവിടെ നിന്നൊക്കെ കൊറോണ ഓടിപ്പോയെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ റോഡിൽ കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഓൾമോസ്റ്റ് ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അടുത്ത് തന്നെ ഏകദേശം 25 കിലോമീറ്റർ 35 മിനിറ്റ് അതിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. യെസ്, ഒരു റിവർ വ്യൂ റിസോർട്ടിലേക്ക് പോവുകയാണ്. 1300 രൂപ AC, സോറി നോൺ AC, 1900 രൂപ നോൺ AC, AC. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടെ ID കാർഡ് അവർക്ക് വാട്സാപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ടാണ് അവർ പറഞ്ഞത് നിങ്ങൾ വന്നോ എന്ന്. ഏതാണ്ട് ലൊക്കേഷൻ അവരിട്ട് വന്നിട്ടുണ്ട്.
അവിടെ നല്ല രസം ആ ഒരു വ്യൂ കാണാൻ. അവിടെ നോക്കിയേ. അതെ അതെ, ആ വ്യൂയിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഇനി ഞാൻ മുന്നേ പോവാം. പൊക്കോളൂ മുന്നേ പോകൂ. ഓക്കെ, ശരി ശരി. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് ആനന്ദിച്ച് കണ്ടോ, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നോക്കി നല്ല സ്വസ്ഥമായ പ്ലേസിലോട്ടാ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. സ്വസ്ഥമായ പ്ലേസിലേക്കാ പോകുന്നതെന്ന് എനിക്കും നല്ലൊരു ഫീലിംഗ് ഉണ്ട്. റിവർ അതെന്താ, എന്തോ ഫാക്ടറി, എന്ത് വലിയ ഫാക്ടറി. എന്റെ ഒമ്പോ. Take the next left, then your destination is on the left. River View Cottage. അപ്പൊ നിനക്ക് കിട്ടിയില്ലേ? ഏകദേശം ആംബിയൻസ് റെഡിയല്ലേ? ആംബിയൻസ് ആണല്ലോ. പുറത്തുനിന്നായിരുന്നു. Then a river view. Yes, this one. Okay, river view resort. The destination is on the left. ഓ, മദാമ ഇറങ്ങി പോയായിരുന്നു അവിടുന്ന്. ഓ, നൈസ് സെറ്റപ്പ് ആട്ടോ. നൈസ് സെറ്റപ്പ്, എനിക്ക് ഇഷ്ടമായി. യെസ്, അത് അടിപൊളി സ്ഥലം കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, പോളി സ്ഥലം, നമ്മളിവിടെ പോളി സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമുക്കൊരു വീട് പോലെ തോന്നുന്നു, എനിക്ക് ഭയങ്കര ഹോംലി ഫീലിംഗ്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? നമുക്ക് ഇപ്പോഴൊന്ന് ഡ്രോൺ പറത്തിയൊരു ഷോട്ട് എടുക്കണം. നൈസ് അല്ലേ? നൈസായിരിക്കും. പക്ഷെ അതിന് മുമ്പ് നമുക്ക് അവിടെ ചെന്ന റിസപ്ഷനിൽ ഒന്ന് എഴുതി അവരോട് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നേക്കുന്നതാണ്, ഞങ്ങൾ ഒന്ന് കേട്ടോ എന്നൊക്കെ ചോദിക്കണം കേട്ടോ. നമ്മൾ റൂമിലേക്ക് കയറിയിരിക്കണം. സംഭവം വെച്ചാൽ നമ്മൾ കുറേ നേരമായിട്ട് മാസ്ക് വെച്ച ആദ്യം കാണുന്ന മനുഷ്യനാലേ ചങ്ങായി. റൂമിലേക്ക് കയറി വന്നിട്ട് ആദ്യമായിട്ട് മാസ്ക് വെച്ച് കാണുന്ന ഈ പുള്ളിനെയാണ്, നമ്മുടെ റിസപ്ഷനിലുള്ള പുള്ളി. അപ്പം കോവിഡ് പ്രോട്ടോക്കോളൊക്കെ ഏകദേശം കുറച്ചെങ്കിലും പാലിക്കുന്ന ഒരു ഹോട്ടലാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മളോട് നിൽക്കുമല്ലേ. താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് റൂം. ജസ്റ്റ് ഇവിടുന്ന് നടന്നിങ്ങ് കയറി. അപ്പോൾ സാധനങ്ങളൊന്നും അങ്ങോട്ട് വലിച്ചോണ്ടൊന്നും പോകണ്ട. നോൺ ഐസ് റൂമാണ് എടുത്തേക്കുന്നത്, 1300 രൂപ. അപ്പോൾ റൂം ചെറുതായിട്ടൊന്ന് നമുക്ക് കാണാം അല്ലേ? കാണുന്നതിന് മുന്നേ മേക്ക് എവറിത്തിങ് പ്രോപ്പർ. അടിപൊളിയല്ലേ? ഈ സൺസെറ്റൊക്കെ കണ്ടുകാൻ എന്ത് രസമല്ലേ? അപ്പോൾ നാളെ വിടുവല്ലേ ഗോവർണയ്ക്ക്? പിന്നെ അല്ലാതെ. അപ്പോൾ സുഹൃത്തുക്കളെ, മനോഹരമായ സൺസെറ്റൊക്കെ ശരി. പക്ഷേ ദാണ്ട് നമ്മുടെ ഡ്രോൺ അവിടെ കിടക്കുന്നു. അപ്പോൾ ഡ്രോൺ താഴെ പോയി. സോഫ്റ്റ് ലാൻഡിങ് ആയിരുന്നു, എൻ്റെ കൺട്രോളിലല്ലായിരുന്നു ഡ്രോൺ. എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു, അറിയില്ല. ചില സമയത്ത് സ്പാർക്കിന് ഇങ്ങനെ സംഭവിക്കുന്നത്, DJ സ്പാർക്കാണ് ഡ്രോൺ ചില സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാ പിടിച്ചത് ഞാൻ ഡ്രോൺ റിക്കവർ ചെയ്യാൻ പോകുന്നതാണിത്. ഡ്രോൺ റിക്കവറി. എന്തോ ഭാഗ്യങ്ങളാണ് വെള്ളത്തിൽ പോകാത്തെ. എടി അതുമ്പോ ചവിട്ടിയോ? ചവിട്ടി. ഓക്കെ, വളരെ സക്സസ്ഫുൾ ആയി ഡ്രോൺ റിക്കവേർഡ്. എടി നീ നേരെ പിടിക്കും, എന്നെ എങ്ങനെ കിട്ടുന്നുണ്ട്? ഞാൻ എന്താ നീ കാണിച്ചു? ഇങ്ങനെയാണോ ക്യാമറ പിടിക്കുന്നത്? ക്യാമറ ഇങ്ങനെ പിടിക്കണ്ടേ? അതെന്താ പറ്റിയെന്നറിയോ? വീണപ്പോ ഞാൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതോ. ഓക്കെ ഓക്കെ, അപ്പൊ ഡ്രോൺ കിട്ടിയിരിക്കുകയാണ്. അയ്യോ, ഞാൻ താഴെ പിന്നെ ഞാനെങ്ങനെ മേലെ വരും എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനമായ ചോദ്യം. ഞാൻ കൈ തരും. പ്രഥമ ദൃഷ്ടിയെ പരിക്കൊന്നുമില്ല, ഞാൻ കൈ തരും. നമ്മൾ ഡ്രോണിനെ സേഫ് ആക്കി വെക്ക്. ഓക്കെ, ഡ്രോൺ ഷട്ടോ. ആ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഡ്രോൺ അത് പിടിക്കടി. ഡ്രോൺ പിടിക്കുക എന്നാ തന്നെ താൻ കയറിക്കോ. എന്നെ ചീത്ത പറഞ്ഞതല്ലേ, തന്നെ താൻ കയറി വന്നത് കേട്ടോ. ഡ്രോൺ കൊണ്ടുപോയി വെക്കുക. ടിൻസോ തന്നെത്താൻ വരട്ടെ. എന്നാ കുറെ ചീത്ത വിളിച്ചു. എന്നാ പുല്ലുമ്പോ പിടിച്ചു കയറിക്കോ. ഇനി പോയി നേരെ വീഡിയോ പിടിക്കണം അല്ലേ? കറക്റ്റ് ആയിട്ട് പിടിക്കണ്ട്. ഡ്രോൺ റിക്കവറി മിഷൻ അക്കംപ്ലിഷ്ഡ്.
ബൈ.